10 മിനിറ്റിൽ ബഹിരാകാശം വരെ ഒന്ന് പോയി മടങ്ങിയെത്താനാകുമോ? ആകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു പെൺസംഘം. പെണ്ണുങ്ങൾ മാത്രം ഉൾപ്പെടുന്ന സംഘവുമായി നടത്തിയ ബഹിരാകാശ ദൗത്യം ചരിത്ര വിജയമായിരിക്കുകയാണ്. ഗായിക കാറ്റി പെറി ഉൾപ്പെടെയുള്ള 6 വനിതകളുമായിട്ടാണ് ബ്ലൂ ഒറിജിന്റെ NS-31 ബഹിരാകാശ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി മടങ്ങിയെത്തിയത്. ഭൂമിക്കും ബഹിരാകാശത്തിനും ഇടയിലുള്ള കർമാൻ രേഖയിലൂടെ സഞ്ചരിച്ച് പേടകം ഭൂമിയിൽ തിരിച്ചെത്തി. ഏകദേശം 10-11 മിനിറ്റോളമാണ് ഈ ദൗത്യം നീണ്ടുനിന്നത്. ഇവരുടെ യാത്രയ്ക്ക് ശേഷം കർമാൻ രേഖ അത് വളരെയധികം ചർച്ചയാവുകയാണ്, പ്രസക്തമാവുകയാണ്. ബഹിരാകാശത്ത് ധാരാളം സാങ്കല്പിക രേഖകളുണ്ട്. അത് വെറും സാങ്കല്പിക രേഖയല്ല, ഇതിനെല്ലാം അതിൻ്റെതായ ചില സവിശേഷതകളും അതിർത്തികളും ഒക്കെ ഉണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ബഹിരാകാശം എന്നത്. എന്നാൽ എവിടെയാണ് ബഹിരാകാശത്തിന്റെ അതിർത്തി? അത് നമുക്കറിയില്ല. ഭൂമിയിലെ സമുദ്രനിരപ്പിൽ നിന്ന് 100 കിലോമീറ്റർ പൊക്കത്തിൽ ഒരു അതിർത്തി രേഖ ശാസ്ത്രജ്ഞർ കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് കർമാൻ ലൈൻ. ഈ രേഖയ്ക്ക് അപ്പുറമുള്ള എല്ലാ പ്രപഞ്ച മേഖലയും ബഹിരാകാശമായി കണക്കാക്കാം. കർമാൻ ലൈൻ ഒരു സാങ്കല്പിക രേഖയാണ്. ഈ രേഖ കടന്നാൽ അങ്ങോട്ട് ഓക്സിജൻ കാര്യമായിട്ടില്ല. എന്നാൽ ചില രാജ്യങ്ങളും ചില സ്ഥാപനങ്ങളും ഒക്കെ ബഹിരാകാശത്തിന്റെ അതിർത്തിയായി മറ്റു രേഖകളും കണക്കാക്കിയിട്ടുണ്ട്. ബഹിരാകാശ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മറ്റൊരു രേഖയുടെ പേരാണ് ഭ്രമണപഥം. വിക്ഷേപിച്ച ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തി. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വിവരമാണിത്. പ്രപഞ്ചത്തിൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ തുടർച്ചയായി ഭ്രമണം ചെയ്യുന്ന പാതയാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. സൂര്യന് ചുറ്റും ഭൂമിക്കൊരു ഭ്രമണപഥമുണ്ട്, ഭൂമിക്ക് ചുറ്റും ചന്ദ്രന് വേറൊരു ഭ്രമണപഥമുണ്ട്. ദീർഘവൃത്താകൃതിയിലാണ് ഭ്രമണപഥങ്ങളുള്ളത്. ഗ്രഹങ്ങളുടേത് പൊതുവെ വൃത്താകൃതിയോട് സാമ്യമുള്ളതാകാം. ഭൂമിയോട് 160 കിലോമീറ്റർ കുറഞ്ഞ ദൂരത്തിലുള്ള ഭ്രമണപഥമാണ് ലോവർ എർത്ത് ഓർബിറ്റ്. രാജ്യാന്തര സ്പേസ് സ്റ്റേഷനൊക്കെ ഈ ഭ്രമണപഥത്തിലാണ്. ഭൂമിയോട് കുറഞ്ഞ ദൂരം 5000 കിലോമീറ്റർ വരെ പുലർത്തുന്നതാണ് മീഡിയം എർത്ത് ഓർബിറ്റ്. ഭൂമിയിൽ 35,786 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായുള്ള ഭ്രമണപഥമാണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്. ഭൂമി അച്ചുതണ്ടിൽ കറങ്ങാനെടുക്കുന്ന സമയത്തിന്റെ ഏകദേശ സമയമാണ് ഒരു ചുറ്റിക്കറക്കത്തിന് ഇതിനു വേണ്ട. അതിനാൽ ഈ ഓർബിറ്റിലുള്ള വസ്തുക്കൾ ചലിക്കാതെ നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെട്ടേക്കും. എന്തായാലും ഈ ഒരു യാത്ര, ഈ സ്ത്രീകൾ മാത്രം 10 മിനിറ്റിൽ ബഹിരാകാശം വരെ പോയിട്ട് വന്ന ഈ ഒരു യാത്ര ഇപ്പോൾ ചരിത്ര വിജയമാവുകയാണ്. അതിനോടൊപ്പം തന്നെ എല്ലായിടത്തും, എല്ലാ രാജ്യങ്ങളിലും ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ ഇവരുടെ ഈ യാത്രയെ വളരെയധികം കൗതുകത്തോടെയാണ് കേൾക്കുന്നത്. ഒന്നിലധികം അംഗങ്ങൾ പങ്കെടുക്കുകയും അവരെല്ലാം വനിതകളായിരിക്കുകയും ചെയ്യുക എന്ന സവിശേഷതയിലായിരിക്കും ബ്ലൂ ഒറിജിൻ 31 അറിയപ്പെടുക. അമേരിക്കൻ മാധ്യമപ്രവർത്തക ഗെയിൽ കിങ്, നാസയിലെ മുൻ ശാസ്ത്രജ്ഞ ആയിഷ ബോ, പൗരാവകാശ പ്രവർത്തക അമാൻഡ ന്യൂയൻ, ചലച്ചിത്ര നിർമ്മാതാവ് കെറിൻ ഫ്ലിൻ, മാധ്യമപ്രവർത്തക ലോറൻ സാഞ്ചസ് എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ. ശതകോടീശ്വരൻ ജെഫ് ബെസോസിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയായ ബ്ലൂ ഒറിജിൻ ആണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ടെക്സാസിലെ ബ്ലൂ ഒറിജിന്റെ കേന്ദ്രത്തിൽ നിന്ന് തിങ്കളാഴ്ച രാത്രി 7:30 മണിയോടെയാണ് പേടകം വിക്ഷേപിച്ചത്. ഭൂമിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലുള്ള സബോർബിറ്റൽ ഭ്രമണപഥത്തിലാണ് ഈ സംഘം ചിലവഴിച്ചത്. തന്റെ യാത്ര മറ്റുള്ളവർക്കും തന്റെ മകൾക്കും ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്നാണ് കാറ്റി പെറി എന്ന ഗായിക പ്രതികരിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല തന്റെ ബഹിരാകാശ യാത്ര എന്ന് മറ്റൊരു യാത്രക്കാരിയായ ലോറൻ സാഞ്ചസ് പറയുന്നു. എന്തൊക്കെയായാലും ശരി, സ്ത്രീകൾ 10 മിനിറ്റിൽ ബഹിരാകാശത്തേക്ക് പോയി മടങ്ങി വരുന്ന ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ അതീവ കൗതുകത്തോടും അതിശയത്തോടും ഒക്കെ തന്നെയാണ് കേൾക്കുന്നത്. എന്നാൽ അങ്ങനെ പോകാൻ താല്പര്യമുള്ള സ്ത്രീകൾക്കൊക്കെ വേണമെങ്കിൽ ഒരു കൈ നോക്കാവുന്നത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.